എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു കൊഞ്ചൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു യാത്രക്കല്ല ഇതുപോലെ ചപ്പാത്തിയിലെല്ലാം ചുരുട്ടി കൊണ്ടുപോകാനോ ഇനി നെയ്ച്ചോറിനായാലും എന്തിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ കൊഞ്ചൻ നല്ലോണം വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണാണ്. ഞാനിത് ചെറിയ 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൽ നല്ലോണം പിടിച്ചോളും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ നേരത്തെ പുരട്ടി വെച്ചിട്ടില്ലേ ഈ കൊഞ്ചനീലെടുത്തിട്ടിട്ട് നല്ലോണം ഒന്ന് ചിക്കി പരത്തി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് വെള്ളം ഉറക്കാൻ തുടങ്ങും. വെള്ളം ഉറന്നാൽ പെട്ടെന്ന് കൊഞ്ചം വേവേ. അപ്പോൾ കണ്ടോ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ വെക്കുമ്പോൾ വറ്റും. കണ്ടോ ഇതുപോലെ നല്ലോണം തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മതി കേട്ടോ. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളെന്തെല്ലാം നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പട്ട, 3 ഗ്രാമ്പു, 1 ബേ ലീഫ്. അത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് 1 ഉണക്കമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളകി നല്ലോണം ഇതായി വരുമ്പോൾ നമുക്ക് 1-2 തണ്ട് കറിവേപ്പില, വെളിച്ചെണ്ണയും കറിവേപ്പിലയും തേങ്ങയും നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പം ഈ സമയത്ത് ഇതിലേക്ക് സിമ്മിലാണേ വെക്കാവൂ. അതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഉള്ളി ചേർക്കാവൂ. ഉള്ളി ചേർത്തിട്ട് സിമ്മിലാണേ വെക്കാവൂ. ഉള്ളീൻ്റെ കൂടെ തന്നെ 2 വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. സിമ്മിലാണേ വെക്കാവൂ. നല്ലോണം ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ടാണേ മൂടി വെക്കാവൂ. ഒരു ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് അതൊന്ന് വാടി വരും. കണ്ടില്ലേ നല്ല മസാല നല്ല ഇതായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 തക്കാളി പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് വേകുന്നവരെ ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി ഒന്ന് നല്ലോണം പശയായി കിട്ടും. കണ്ടില്ലേ 2 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കന്നെ ഇങ്ങനെ ആയിന്. സിമ്മിലാണേ വെക്കാവൂ. ഈ സമയത്തും പൊടി കരിഞ്ഞു പോകും. അപ്പോൾ കണ്ടോ എവിടെയും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ലോണം ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൊഞ്ചനും കൂടി അതിലങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാലും കറിവേപ്പില മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതി പുതിനയിലയും 2 കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് 2 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. റെഡി ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതാ കണ്ടോ ചപ്പാത്തിയിലിട്ട് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു. എങ്ങനെയുണ്ട്? വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ലുണ്ടാ? സൂപ്പറാ. ഓ